പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം തെറ്റായ വഴിയിലൂടെ ജീവിതത്തിന്റെ ആയുസിന്റെ നല്ലൊരു ഭാഗവും നടന്ന് നീങ്ങിയവരെ കുറിച്ച് പറയുകയുണ്ടായി. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിലൂടെ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവഹിതത്തിന് വിപരീതമായി ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കാതെ ഭവനം പണിയുന്നവരെ കുറിച്ചാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു വീട് പണിയുക, ഒരു ഭവനം പണിയുക എന്നുള്ളത്. രണ്ടാമത്തത് സ്വപ്നമാണ് ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക, അതിനായിട്ട് അനുയോജ്യമായ ഒരു ജീവിത പങ്കാളിയെ, ഒരു ഭാര്യയെ, ഒരു ഭർത്താവിനെ കണ്ടെത്തുക, സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കുക എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, വചനം സങ്കീർത്തനങ്ങൾ 127:1 പറയുകയാണ്, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ കണ്ടിട്ടുണ്ട് വീടിന്റെ തറ കെട്ടിയിട്ടിട്ട്, വീടിന്റെ ഭിത്തി പണിതിട്ട് അതിന് മേൽപോട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഭിത്തി മുഴുവൻ പായൽ പിടിച്ച് തറ മുഴുവൻ കാട് കയറി വർഷങ്ങളോളം അങ്ങനെ കിടക്കുന്നത്, അതിന് മേൽപോട്ട് ഒരു ഇഞ്ച് പണി പൂർത്തിയാക്കാൻ പറ്റാതെ കിടക്കുന്ന ദുരവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാന് 3 വർഷത്തോളം ദൈവത്തിന്റെ വാഗ്ദാനം കേട്ട് 3 വർഷത്തിലധികം കാത്തിരുന്നതിന് ശേഷമാണ്, അതായത് ആ ഭവനം പണിയേണ്ട സ്ഥലം ഒരുക്കപ്പെടാനായിട്ട്, ആ സ്ഥലത്ത് ഞാൻ എത്തിപ്പെടാനായിട്ട് 3 വർഷക്കാലം ആവശ്യമായിരുന്നു. ആ 3 വർഷക്കാലം കാത്തിരുന്നതിന് ശേഷമാണ് ദൈവികത എന്റെ ജീവിതത്തിൽ നിറവേറിയത്. ഇന്ന് കർത്താവ് എനിക്കൊരു ഭവനം തന്നത് കല്ലുവയലിലാണ്. എന്റെ ജന്മദേശം കരിക്കോട്ടക്കരയാണ്. ഞാൻ 36 വയസ്സ് വരെ വളർന്നതും ജീവിച്ചതും കരിക്കോട്ടക്കരയിലാണ്. അതിനുശേഷം ഇപ്പം 11 വർഷമായി ഇപ്പൊ കല്ലുവയലിലാണ് താമസിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞാൻ കർത്താവിന്റെ തിരികെ നോക്കി നിലവിലുണ്ടായിരുന്ന സ്ഥലം എടുത്തപ്പോൾ അതിൻ്റെ അകത്തുണ്ടായിരുന്ന ആ ഒരു വെട്ടുകല്ലും ആസ്പെറ്റോസ് ഷീറ്റ് വിട്ടിട്ടുള്ള ആ ഷെഡ്, ഒരു ഷെഡെന്നേ പറയാൻ പറ്റുള്ളൂ, ആ സംഭവം പൊളിച്ച് നീക്കി. പ്രത്യേകിച്ച് ആശാരിനെ ഒന്ന് വിളിച്ച സ്ഥാനമൊന്നും കാണിച്ചില്ല. നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. കാരണം 16 സെന്റ് സ്ഥലമുള്ളൂ. അതിൽ 1 സെന്റ് 2 തോട് പോകുന്നുണ്ട്. വീടിന്റെ ഫ്രണ്ടിലും പറമ്പിന്റെ മുൻവശത്തും പറമ്പിന്റെ ബാക്ക് സൈഡിലുമായിട്ട് 2 തോട് പോകുന്നുണ്ട്. ഈ തോടിന്റെ സ്ഥലം കഴിഞ്ഞിട്ടുള്ള കരഭൂമി മാത്രമേ നമുക്കുള്ളൂ. അവിടെ വേണം വീട് പണിയാൻ. അപ്പൊ അതിന് വീടിന്റെ ഫ്രണ്ടിൽ ഒരു മിറ്റം, മിറ്റത്തിന് താഴെ ഒരു ചെറിയൊരു സ്ഥലം, വീടിന്റെ പുറകുവശത്ത് ഒരു ചെറിയൊരു സ്ഥലം, ഇതൊക്കെ ഒഴിവാക്കിയിട്ടിട്ട് അതിന്റെ അകത്ത് പറ്റുന്ന രീതിയിൽ ഒരു 1163 സ്ക്വയർ ഫീറ്റിന്റെ ഒരു ഭവനം. ഇത് പണിയുമ്പോൾ ഞാൻ ഒത്തിരി ഐഡിയപരമായിട്ടൊക്കെ ചിന്തിച്ച് പ്ലാനിട്ട് ഒക്കെയാണ് ഭവനത്തിന്റെ പണി നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ വീടിന്റെ വാർപ്പെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ വീട് പണി അങ്ങ് സ്റ്റക്കായി. പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ എൻ്റെ ഒരു ആത്മീയ സുഹൃത്തിനോട് ഞാൻ ഈ വിഷയം സംസാരിച്ചു. അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു. ഈശോ പറയുന്നത് ബിജുവിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്യുന്നത് എന്ന്. അപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് നോക്കിയപ്പോൾ എന്റെ മനസ്സിലേക്ക് ഓരോന്ന് പരിശുദ്ധാത്മാവ് തെളിയിച്ചത്. സംഭവം ഇതായിരുന്നു. നിലവിൽ വീടിന്റെ വയറിങ്ങും പ്ലംബിങ്ങും ഒക്കെ എന്റെ തന്നെ തൊഴിലായതുകൊണ്ട് ഞാൻ തന്നെയാണ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരുന്നത്. എന്നെ സഹായിക്കാനായിട്ട് ഞാൻ ഒരാളെ ജസ്റ്റ് കൂടെ പൊട്ടിക്കാൻ ചാലി കയറാനും ഒക്കെ ആയിട്ട് പൈപ്പ് ഇടണമല്ലോ. അപ്പോൾ നിലവിലുണ്ടായിരുന്ന പഴയ വീടിന്റെ മോശമല്ലാത്ത സ്വിച്ച് ബോർഡും ബോക്സും പിന്നെ അതിൻ്റെ അകത്തെ സ്വിച്ചും ഒക്കെ എടുത്തിട്ട് പോരാത്തത് മാത്രം മേടിക്കാനായിരുന്നു ഞാൻ പ്ലാൻ ഇട്ടത്. അപ്പം ഇതൊന്നും ഞാൻ ഈശോയുടെ ആലോചന ചോദിച്ചിരുന്നില്ല. അങ്ങനെ ഈ ഒരു സുഹൃത്ത് എന്നോട് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാനും എൻ്റെ ജീവിത പങ്കാളി കൂടി ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഈശോയുടെ ആലോചന ചോദിച്ചു. അടയാളം സമർപ്പിച്ച് ഞങ്ങൾ ആലോചന ചോദിച്ചപ്പോൾ ഞങ്ങൾ പ്ലാൻ ഇട്ട പല കാര്യങ്ങളും ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ ആയിരുന്നില്ല ചെയ്യിക്കാനായിട്ട് ഈശോ ആഗ്രഹിച്ചിരുന്നത്. ഈ പറഞ്ഞ വയറിങ്ങിന്റെയും പ്ലംബിങ്ങിന്റെ ഒക്കെ കാര്യം പ്രാർത്ഥിച്ചു ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞു മുഴുവൻ സാധനം മാറ്റണം, ഒരു സാധനം പഴയ കിടക്കണ്ട, എല്ലാം പുതിയത് മേടിക്കണം. അങ്ങനെ എന്തായാലും കുറച്ച് ബോക്സ് ഒക്കെ ഞാൻ ഓൾറെഡി ഭിത്തിയിൽ കട്ട് ചെയ്ത് ഭിത്തിയിൽ പിടിപ്പിച്ചിരുന്നു. അത് പിന്നെ ഇളക്കി മാറ്റാൻ പോയില്ല. പക്ഷേ അതിന് പുറമെ വരുന്ന ബോർഡും പിന്നെ അതുപോലെ വയറിങ്, അതുപോലെ വയറൊന്നും പഴയ തരത്തില്ല, എല്ലാം പുതിയത് മേടിച്ചു. സ്വിച്ചുകൾ എല്ലാം പുതിയത് മേടിച്ചു. ആദ്യം ഞാൻ ഉദ്ദേശിച്ചിരുന്നത് നമുക്ക് ദൈവം പുതിയ തന്നിരിക്കുന്നത് നമ്മളത് മാക്സിമം ഉപയോഗിക്കണമല്ലോ. അപ്പം കാണുന്നിടത്ത് മാത്രം പുതിയത് മേടിക്കുക, കാണാത്തിടത്തെല്ലാം പഴയത് തന്നെ ഉപയോഗിക്കുക. പഴയെന്ന് പറഞ്ഞാൽ നിലവിലുണ്ടായിരുന്ന ആ ഷെഡിലുണ്ടായിരുന്നത് തീരെ മോശപ്പെട്ട ഒന്നുമല്ല. കാരണം അത് പണിതിട്ട് അധികം വർഷം ആകാത്ത ഷെഡാണ്. അപ്പോൾ ആ വീടിന്റെ കാണാത്ത സ്ഥലങ്ങളിലൊക്കെ അത് ഉപയോഗിക്കുക. ഇതൊക്കെയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കാര്യത്തിലുള്ള ദൈവികതം ഞാൻ ആരാഞ്ഞ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയപ്പോൾ വേഗം ബാക്കി പൈസയൊക്കെ ക്രമീകരിക്കപ്പെട്ടു. വീടിന്റെ പണി പൂർത്തിയായി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെയൊക്കെ ഭവനത്തിന്റെ പണി അല്ലെങ്കിൽ എന്താ പറയുക, ജീവിതത്തിന്റെ പല പദ്ധതികളുടെയും പൂർത്തീകരണം സംഭവിക്കാതെ ഇതിങ്ങനെ പാതി വഴിയിൽ മുടങ്ങിപ്പോകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ പല കാര്യങ്ങളും പ്രാർത്ഥിക്കും.
നമുക്ക് ദൈവത്തോട് ഭയങ്കര പരിഭവമാണ്, ഭയങ്കര പിണക്കമാണ്, ഭയങ്കര ദേഷ്യമാണ്. ദൈവം പ്രാർത്ഥിച്ചാലൊന്നും കേൾക്കുന്നില്ല, ദൈവം ഏഹ്, എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. സത്യത്തിൽ എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം എന്നറിയാമോ? നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ ചോദിക്കുന്നത് എല്ലാം നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ന് മരിച്ചാൽ നാളത്തെ കഴിഞ്ഞ് പുഴു തന്നു തീർക്കുന്ന നമ്മുടെ ഈ ശരീരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈശോയോട്, നമ്മൾ ദൈവത്തോട് ചോദിച്ച് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവം നമുക്ക് അതുപടിയെ തന്നിട്ട് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും മേന്മയുണ്ടായിട്ട് നമ്മുടെ ഈ ശരീരം ദൈവത്തിന് തിരിച്ചു കിട്ടുമോ? നമ്മുടെ ഈ ചീഞ്ഞ പുഴു നിന്ന് തീർന്നു പോകുന്ന ഈ ശരീരം ദൈവത്തിന് ആവശ്യമുണ്ടോ? നല്ലൊരു ഭവനം, ശരീരത്തിന്റെ പ്രൗഢിയോടുകൂടി സംരക്ഷിക്കാൻ, നല്ലൊരു വാഹനം, നല്ല വില കൂടിയ ഒരു കാറ്, ശരീരത്തെ പ്രൗഢിയോടുകൂടി കൊണ്ടുനടക്കാൻ, നല്ല കട്ടി കൂടിയ, നല്ല വില കൂടിയ, നല്ല പട്ടുമെത്ത, നല്ല ബെഡ്, ശരീരത്തിന് നല്ല സുഷുപ്തിയിൽ ഉറങ്ങാൻ, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ, നല്ല സൗന്ദര്യമുള്ള ഒരു ഭാര്യ, ശരീരത്തിന് കൂടുതൽ സന്തോഷവും സുഖം കണ്ടെത്താൻ, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നു, ഇത് മുഴുവൻ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ആത്മാവിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ദൈവത്തോട് ചോദിക്കാറില്ല. അപ്പോൾ ദൈവത്തിന് നമ്മുടെ മരണശേഷം കിട്ടുന്ന ആത്മാവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണോ ദൈവം നമുക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ നമ്മുടെ മരണശേഷം കുഴിയിൽ തീർന്നു പോകുന്ന നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണോ? ഒന്ന് നിങ്ങൾ തന്നെ പറ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ശരീരത്തെ പാർപ്പിക്കാനായിട്ട് നമ്മൾ പണിയുന്ന ആ ഒരു ബഹുതല മന്ദിരം, ആ ഒരു മണിമന്ദിരം, അല്ലെങ്കിൽ ഒരു കൊച്ചു ഭവനമാണെങ്കിൽ പോലും അതിൽ പോലും ദൈവത്തിന് 100% അവിടുത്തേതായ പദ്ധതിയും പ്ലാനും ഉണ്ട്. ഈ പദ്ധതിയും കയ്യിൽ 5 ലക്ഷം രൂപ കൈ വെച്ചിട്ട് 50 ലക്ഷം രൂപയുടെ വീട് പണിയുന്നവന് അത് പൂർത്തിയാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവൻ എത്ര ദിവസം അതിനകത്ത് സമാധാനത്തോടെ കിടക്കും? നിങ്ങൾ തന്നെ പറ. വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു കഥ കേട്ടു. 25 ലക്ഷം രൂപയുടെ വീട് പണിതിട്ട് അതിന് 8 ലക്ഷം രൂപയുടെ കഥ പിടിപ്പിച്ചത്. എവിടെ നടന്നൊരു സംഭവം. 25 ലക്ഷം രൂപയുടെ വീട് പണിതിട്ട് അതിന്റെ മുൻപിലത്തെ ആ ഡോറ് 8 ലക്ഷം രൂപയ്ക്ക് പണിതത്. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ മണ്ടത്തരങ്ങൾ നമ്മൾ കാണിച്ചു. ദൈവത്തിന്റെ ഹിതത്തിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ, ദൈവത്തോട് ആരായാതെ, അതുപോലെ വീടിന്റെ റൂമിന്റെ ഒക്കെ പ്ലാൻ വരയ്ക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച്, ഒരു പരിശുദ്ധ കുർബാനയെ പങ്കെടുത്ത് ഒന്ന് പ്രാർത്ഥിച്ച്, ഈശോയെ അവിടുത്തെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് ഒരു ഭവനം തരണമേ എന്ന് പറയാതെ, എനിക്ക് ഇത്ര റൂം വേണം, എനിക്ക് സ്റ്റെയർ കേസ് വേണം, ഒരു 2ാം നില വേണം. ദൈവം ചിലപ്പം നമുക്ക് തരാനായിട്ട് ഉദ്ദേശിക്കുന്ന വിപരീതമായ ഒരു സംഭവമായിരിക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ സ്വന്തം പ്ലാനും പദ്ധതിയും നിരത്തി വെച്ചുകൊണ്ട് നമ്മളൊരു ഭവനം നിർമ്മിക്കാനായിട്ട് ആരംഭിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ അത് അവിടെ നിലയ്ക്കും. കാരണം നിന്നെ സൃഷ്ടിച്ച്, നിന്നെ പരിപാലിച്ച്, നിന്നെ ഇത്രയും കാലം നിന്നെ കൈപിടിച്ച് നടത്തിയ ദൈവത്തിന് നീ അവിടെ ഒരു ശതമാനം പോലും നീ അവിടെ വില കൽപ്പിച്ചില്ല. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 25-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്: കർത്താവിന്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. കർത്താവെ, അങ്ങയുടെ നാമത്തെപ്പറ്റി എന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കണമേ. കർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. അവൻ ഐശ്വര്യത്തിൽ കഴിയും, അവന്റെ മക്കൾ ദേശം അവകാശമാക്കും. ചെറിയ കാര്യത്തിൽ പോലും ദൈവത്തിന്റെ തിരുഹിതം നീ അന്വേഷിച്ച്, ദൈവത്തിന്റെ തിരുഹിത പ്രകാരം നീ മുന്നോട്ട് പോകുമ്പോൾ നിന്റെ 7 തലമുറ അനുഗ്രഹിക്കപ്പെടുമെന്നാണ് ഈ വചനം ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്, ഇവിടെ ഉറപ്പ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ: എന്റെ വചനം പാലിക്കുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകവതിയായ മനുഷ്യന് തുല്യനാണ്. കർത്താവ് അരുളി ചെയ്യുകയാണ്. ഈശ്വരനോട് പറയുക, അവിടുത്തെ വചനം പാലിക്കുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകവതിയായ മനുഷ്യന് തുല്യനാണ്. കാറ്റൂതി വെള്ളപ്പൊക്കമുണ്ടായി, അവയ്ക്ക് ഒരു തകരാറും പറ്റിയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവഹിതത്തിന് 1ാം സ്ഥാനം കൊടുത്തുകൊണ്ട് ദൈവഹിതം അനുസരിച്ച് നമ്മൾ മുന്നോട്ട് ജീവിക്കാനായിട്ട് ആരംഭിക്കുമ്പോൾ, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം ഇതുപോലെയാണ്. നമ്മുടെ ഭവനം എന്ന് പറഞ്ഞാൽ അത് ഉറപ്പുള്ള പാറമേലാണ്. എന്താണ് ഉറപ്പ്? കർത്താവാണ് നമ്മുടെ ഉറപ്പ്. ആ ഉറപ്പുള്ള പാറയെന്ന് പറയുന്നത് നമ്മുടെ കർത്താവ്. ആ കർത്താവിന്റെ മേലാണ്, കർത്താവിലുള്ള ആ വിശ്വാസത്തിന്റെ മേലാണ് നമ്മുടെ ഭവനത്തിന് പണി വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഈ സ്ഥലം എടുത്ത് പണി ആരംഭിക്കുമ്പോൾ ഒരു 3/4 മീറ്റർ താത്തിയപ്പോഴത്തേക്കിനും വെള്ളമാണ്. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത ഏതായിരുന്നു എനിക്കറിയില്ലായിരുന്നു. 3/4 മീറ്റർ താത്തിയപ്പോഴത്തേനും വെള്ളമാണ്. എന്ത് ചെയ്തു? 15, ഈ ചെറിയൊരു വീട് പണിയാൻ വേണ്ടി 15 പില്ലർ അടിച്ചിട്ട് അതിനെ കണക്ട് ചെയ്ത് ബെൽറ്റ് ഇട്ടു. ബെൽറ്റ് ഇട്ടിട്ടാണ് അതിന് മുകളിൽ വീട് പണിത്. ഇല്ലെങ്കിൽ ഇത് എമ്പണ്ടായി ഇതിന്റെ ഭിത്തിയൊക്കെ പൊട്ടി ഇരുന്നു പോയത്. പ്രിയപ്പെട്ടവരെ, പണ്ട് ഭവനം പണിയുമ്പോൾ നമ്മൾ ഭിത്തി കെട്ടി തൂണ് ഇടയ്ക്ക് ഇടത്തൂണ് കൊടുത്ത് അതിന് മുകളിൽ അതിനെ കണക്ട് ചെയ്ത് ഉത്തരം എന്ന് പറയുന്നത്, അതായത് നെടുനീളത്തിലുള്ള, നല്ല കരുത്തുള്ള, നല്ല തടിയുള്ള, നല്ല വലുപ്പമുള്ള, ഒറ്റ കാതലിലുള്ള മരം അറുത്തതിന്റെ ഉത്തരവിടും. വീടിന്റെ ഭിത്തിക്ക് മുകളിൽ ആ ചുറ്റും ഉത്തരവിടും.
ആ ഉത്തരത്തിന് മുകളിലേക്കാണ് കഴുക്കോലും പിന്നെ അതിന് മുകളിലാണ് പട്ടികയും അടിക്കുന്നത്. ഈ കഴുക്കോലിനെയും പട്ടികയും അതിന് മുകളിൽ അടിക്കടിക്ക് നിരത്തി വെച്ചിരിക്കുന്ന ഈ ഓടുകളെയും താങ്ങുന്നത് ഈ ഉത്തരം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനും നമ്മൾ പണിയുന്ന ഭവനത്തിനും ഒക്കെ ഇതുപോലെ ഉത്തരം വേണം. ഈ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? അതാണ് കർത്താവ്. ഈ ഉത്തരം എന്ന് പറയുന്നതാണ് ദൈവത്തിന്റെ വചനം. ഈ ഉത്തരം എന്ന് പറയുന്നതാണ് ദൈവത്തിന്റെ ഹിതം. ഈ ഉത്തരം എന്ന് പറയുന്നതാണ് ദൈവത്തിലുള്ള നമ്മുടെ ഉറപ്പ്. ഈ ഉത്തരം എന്ന് പറയുന്നതാണ് ദൈവത്തിലുള്ള നമ്മുടെ പിടി. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഭവനം പണിയാനായിട്ട് ഉദ്യമിച്ചിട്ട് പാതി വഴിയിൽ അവസാനിച്ചവരുണ്ടെങ്കിൽ, തറ കെട്ടിയിട്ട് ഇന്നും വർഷങ്ങളായിട്ട് കാട് കയറി കിടക്കുന്നവരുണ്ടെങ്കിൽ, ഭിത്തി കെട്ടിയിട്ട് അത് മുഴുവൻ പായൽ പിടിച്ച് അതിന് മുകളിലേക്ക് പണിയാൻ പറ്റാതെ അത് പൂർത്തിയാക്കാൻ പറ്റാത്തവർ ഉണ്ടെങ്കിൽ അവരൊന്ന് തിരിഞ്ഞു നോക്കുക. എവിടെയാണ് പാളിച്ച പറ്റിയത്? തങ്ങളുടെ ജീവിതത്തിൽ എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത്? ഒന്ന് വിചിന്തനം ചെയ്യുക, ഒന്ന് ആത്മശോധന ചെയ്യുക, ഒന്ന് പരിശോധിക്കുക, ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് ഇരിക്കുക, കൃപ ഉള്ള ദൈവദാസന്മാരെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിക്കുക. നിങ്ങൾക്ക് തെറ്റുപറ്റിയത് എവിടെയാണെന്ന് തിരിച്ചറിഞ്ഞ് അവിടെ മുതൽ നിങ്ങളുടെ ദൈവഹിതത്തിന് വിപരീതമായിട്ടുള്ള നിങ്ങളുടെ പ്രവൃത്തിയെ നീക്കം ചെയ്തിട്ട് ആ പ്രവൃത്തിയെ തിരുത്തിയിട്ട് ഇനിയുള്ള മുന്നോട്ടുള്ള നിങ്ങളുടെ ഓരോ പ്രവൃത്തികളും നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും എല്ലാം ദൈവഹിതത്തിന് അനുസരിച്ചതാകും. അപ്പോൾ നിങ്ങൾക്ക് സുന്ദരമായ ഭവനം പൂർത്തിയാക്കാൻ പറ്റും. ആ ഭവനത്തിൽ നിങ്ങൾക്ക് വളരെ സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് അന്തി ഉറങ്ങാൻ പറ്റും. കുടുംബസമേതം ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ആ ഭവനത്തിൽ സ്വസ്ഥതയോടുകൂടി ജീവിക്കാനായിട്ട് പറ്റും. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന, ഈ വീഡിയോ കാണാൻ ഇടവരുന്ന, സ്ഥിരമായിട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.